കൊണ്ടുവന്ന് എന്നെ താമസിച്ചത് അന്ധകാരത്തിലാടി. വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടെങ്കിലും നീ കൊണ്ടുപോയി. അമ്മ ഞാൻ പട്ടിണിയും ആടി. ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇതും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയും എന്നെ കൊണ്ടാക്കടി. വല്ലാത്തല്ലോ നീ തീരെ വയ്യാടി, പനി പിടിച്ച് കിടക്കുക. 3 വർഷം മുൻപ് അനാഥാലയത്തിൽ 4 ദിവസം ജോലി ചെയ്ത യുവതിയാണ് ആരോപണങ്ങളും തെളിവായി ദൃശ്യങ്ങളും കളക്ടർക്ക് കൈമാറിയത്. മലമൂത്ര വിസർജനം ഉണ്ടാകുമെന്ന് കരുതിയാണ് കിടപ്പുരോഗികൾക്ക് ഭക്ഷണം ഒരു നേരമായി കുറച്ചിട്ടുള്ളതത്രേ. വീഡിയോയിൽ 2 എണ്ണം എടുത്തിട്ട് അവരുടെ വീട്ടുകാർ കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് അടൂർ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. എൻ്റെ പേരിലൊരു സൈബർ കുറ്റമുണ്ടെന്നും പറഞ്ഞ്. ഞാൻ അടൂർ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അറിയുന്നു എൻ്റെ പേരിൽ പീഡന കേസാണെന്ന്. അവിടുത്തെ വനിതാ CA എന്നോട് പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിലിട്ടിരിക്കുന്ന വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന പീഡന കേസ് ഗിരിജ മാഡം പിൻവലിക്കുമെന്ന്. ആ ഒരു കരാറിന്മേൽ ഞാൻ എൻ്റെ ഫോണിൽ കിടന്ന എല്ലാ തെളിവുകളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ ഞാൻ വേറൊരു ഫോൾഡറിലേക്ക് ഇതെല്ലാം മാറ്റി സേവ് ചെയ്ത് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ചൈൽഡ് വെൽഫെയർ അതോറിറ്റിക്കും പരാതി കൊടുത്തു. പിന്നീട് ഇപ്പം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് വിവാദം ഉണ്ടായതും. അവരെനിക്കൊരു മറുപടിയായിട്ട് വരികയും റിയാക്ഷൻ വീഡിയോക്കാർ അതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്താണ് ഇന്ന് എല്ലാവരിലേക്കും ഈ ഒരു വാർത്ത എത്തിപ്പെട്ടതും. ത്വക്ക് രോഗത്താൽ വലഞ്ഞ യുവതിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും പരാതിയിലുണ്ട്. കാലപ്പഴക്കമുള്ളതാണ് ദൃശ്യങ്ങളെങ്കിലും ഉയർത്തുന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ്. നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മുടെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അനാഥാലയം നടത്തിപ്പുകാരിയും മകനും മുങ്ങിയിരിക്കുകയാണ്. പ്രതികളാകുമെന്ന് കണ്ട് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം പിന്നിട്ട കാലയളവിൽ അനാഥാലയത്തിലേക്ക് ലക്ഷങ്ങൾ CSR ഫണ്ട് എത്തിയിരുന്നതായാണ് വിവരം. ഇതിൽ പുറത്തുനിന്നുള്ള ചിലർ ഇടപെട്ടുവെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.